നമ്മളെ പോലുള്ള സാധാരണക്കാർ എന്തിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനാണ് പ്രിഫർ ചെയ്യുന്നത്? അതിൽ ഒന്നാമത് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. പക്ഷെ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റിൽ വളരെ ലോ റിട്ടേൺ ആണ്. ഈ ഒരു വർഷം നമുക്കൊന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വളരെ ലോ റിട്ടേൺ ആണ്. അത് മാത്രമല്ല, ഇത് സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് വളരെ കോസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എക്കണോമിയിലേക്ക് റീഇൻവെസ്റ്റ് ആവുന്നില്ല എന്നുള്ളതാണ്. അടുത്തതായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റുകളാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് ഒന്നാമത്തെ കാര്യം നമ്മുടെ ഒരു ഹ്യൂജ് ഫണ്ട് വേണം. രണ്ടാമത്, ഇത് ബാങ്കുകൾ ലോണായിട്ട് കൊടുത്ത് അതിൻ്റെ പ്രോഫിറ്റാണ് നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എക്കണോമിയിലേക്ക് ഇൻവെസ്റ്റ് ആവുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ഇൻവെസ്റ്റ് ആവുന്നില്ല എന്നുള്ളതാണ്. അടുത്തത് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതിനും നമ്മുടെ കയ്യിൽ ഒരു ഹ്യൂജ് ക്യാപിറ്റൽ വേണം. അതുപോലെ തന്നെ നമ്മുടെ പൈസ ഇൻഡയറക്ട്ലി എക്കണോമിയിലേക്ക് ഇൻവെസ്റ്റ് ആവുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. അടുത്തതാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ്. സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഡയറക്ട്ലി നിങ്ങൾക്ക് ചെയ്യാം, ഇൻഡയറക്ട്ലി നിങ്ങൾക്ക് ചെയ്യാം. ഡയറക്ട്ലി നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് വഴി സ്റ്റോക്സ് വാങ്ങാനായിട്ട് സാധിക്കും. ഇൻഡയറക്ട്ലി നമുക്ക് LIC മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇവരും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് തന്നെയാണ് നമ്മുടെ പൈസ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അടുത്തായിട്ട് വരുന്ന മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റുകളാണ്. മ്യൂച്വൽ ഫണ്ട് നമുക്ക് ഓൾറെഡി അറിയാം, നമുക്ക് സ്വന്തമായിട്ട് ഡയറക്ട്ലി ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഒരാളെ വെച്ചിട്ട് നമ്മുടെ പണി എടുപ്പിക്കുന്നത് പോലെയാണ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്. അവർ തന്നെ എല്ലാം നമ്മുടെ പൈസ കറക്റ്റായിട്ട് കറക്റ്റ് ബാസ്ക്കറ്റിൽ നിക്ഷേപിച്ച് നമുക്കൊരു റിട്ടേൺ നേടിത്തരും. ഇതിൽ നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഏതാണെന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യും.